ഇനി 7-ാമത്തെ അധ്യായം. അഥ സപ്തമോധ്യായ. മൈത്രേയ ഉവാച. മൈത്രേയ മുനി തുടർന്ന് പറഞ്ഞു: ശൂരപരാക്രമിയായ വിദുര, ഇപ്രകാരം ബ്രഹ്മദേവൻ അനുനയിച്ചപ്പോൾ സന്തുഷ്ടനായി ഭവിച്ച ഭഗവാൻ ശ്രീ പരമേശ്വരൻ പുഞ്ചിരി തൂകിക്കൊണ്ട് എന്നാൽ കേട്ടോളൂ എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. അപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞത് മുഴുവൻ ശ്രീരുദ്രൻ കേട്ടു. അത് കേട്ടപ്പോൾ അദ്ദേഹത്തിന് സന്തോഷമായി. അതുകൊണ്ടാണ് അദ്ദേഹം പുഞ്ചിരി തൂകിയത്. പുഞ്ചിരി തൂകിക്കൊണ്ട് എന്നാ കേട്ടോളൂ എന്ന് പറഞ്ഞു തുടങ്ങുകയാണ്. ശ്രീ മഹാദേവ ഉവാച. മഹാദേവനാകുന്ന രുദ്രഭഗവാൻ അരുളി ചെയ്തു: പ്രജകളുടെ നാഥനായ ഭഗവാനെ, ബ്രഹ്മാവിനെ വിളിക്കുന്നതാണ്. ബ്രഹ്മാവ് വാസ്തവത്തിൽ ശ്രീരുദ്രൻ്റെ പിതൃസ്ഥാനീയൻ കൂടിയാണ്. പ്രജകളുടെ നാഥനായ ഭഗവാനെ, ഭഗവാൻ ശ്രീഹരിയുടെ മായയാൽ സമ്മോഹിതരായി പരമാർത്ഥബോധം നഷ്ടപ്പെട്ട ദക്ഷൻ തുടങ്ങിയവരുടെ ദോഷങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയോ വർണ്ണിക്കുകയോ ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അവർ ചെയ്ത തെറ്റിന് തക്ക ശിക്ഷ അവർക്ക് നൽകിക്കഴിഞ്ഞു. പ്രജകളുടെ നാഥനായ ഭഗവാനെ, അപ്പോൾ പ്രജകളുടെ നാഥനാണ്. അപ്പോൾ പ്രജകളുടെ ക്ഷേമത്തിൽ തൽപരനും കൂടിയായിരിക്കും അദ്ദേഹം. അപ്പം അദ്ദേഹത്തിന് ബ്രഹ്മദേവനെയാണ് അഭിസംബോധന ചെയ്യുന്നത്. ഭഗവാൻ ശ്രീഹരിയുടെ മായയാൽ സമ്മോഹിതരായി പരമാർത്ഥബോധം നഷ്ടപ്പെട്ട ദക്ഷൻ. ഇപ്പം ദക്ഷൻ എന്നുള്ള സ്ഥലത്ത് നമ്മൾ ഓരോരുത്തരെയും നമുക്ക് കാണാം. നമ്മളുടെ പരമാർത്ഥബോധം, നമ്മൾ ശരിക്കും ആരാണോ ആ ബോധം, അത് നമുക്ക് നഷ്ടപ്പെട്ടു. എന്താ കാരണം? ശ്രീഹരിയുടെ മായയാൽ, ഭഗവാന്റെ മായയാൽ. ഭഗവാന്റെ മായയുടെ പ്രത്യേകത എന്താ? അനന്തമായതിനെ, അളവില്ലാത്തതിനെ അളന്ന് തിട്ടപ്പെടുത്തും, പരിമിതമാക്കും. അളന്ന് തിട്ടപ്പെടുത്തിയാൽ അത് പരിമിതമായി. അനന്തമായതാണെങ്കിലും അളക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് പരിമിതമായി. അളക്കപ്പെടുന്നതെല്ലാം പരിമിതമായതാണ്. അതുകൊണ്ട് തന്നെ ആധുനിക ശാസ്ത്രത്തിന് ഒരിക്കലും ഈശ്വരനെ കണ്ടെത്താൻ സാധിക്കില്ല. കാരണം ആധുനിക ശാസ്ത്രം, മോഡേൺ സയൻസ്, അത് എന്ത് പഠിച്ചാലും, അത് എന്തിനെ പഠിച്ചാലും അളന്ന് തിട്ടപ്പെടുത്തിയാണ് പഠിക്കുക. സയൻസ് ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് പഠിക്കുകയാണ് എങ്കിൽ അതിനെ ആദ്യം നിർവചിക്കും, ഡിഫൈൻ ചെയ്യും, എന്നിട്ട് അതിനെ അളന്ന് തിട്ടപ്പെടുത്തും. ഈശ്വരൻ അനിർവചനീയനാണ്, അളന്ന് തിട്ടപ്പെടുത്താൻ പറ്റാത്ത ആളാണ്. അനിർവചനീയമായ അനന്തമായതാണ് പരമമായത്. അപ്പോൾ അതിനെ നിർവചിച്ച് അളന്ന് തിട്ടപ്പെടുത്താൻ സാധ്യമല്ല. അതുകൊണ്ട് ആധുനിക ശാസ്ത്രത്തിൻ്റെ വഴിയെ സഞ്ചരിച്ചാൽ പരമമായതിനെ പിടികിട്ടാൻ പ്രയാസകരം ആയിരിക്കും. അപ്പോൾ ഇവിടെ ശ്രീഹരിയുടെ മായയാൽ സമ്മോഹിതരായിട്ടാണ്. അതായത് അനന്തമായത് അളന്ന് തിട്ടപ്പെടുത്തി കഴിഞ്ഞപ്പോൾ അത് പലതായി, അനേകമായി. ആ അനേകമായതിന് ഭേദബുദ്ധി വന്നു. അതാണ് മോഹം. എന്തൊന്നാണോ അതല്ല എന്ന തോന്നലുണ്ടാവുക. നമ്മൾ വാസ്തവത്തിൽ എന്താണോ ആരാണോ അതാണ് എന്ന ഒരു ധാരണ നമുക്കില്ലാതെയാവുക. അതാണ് മോഹം. അങ്ങനെ നമുക്ക് ഈ ദക്ഷന് വന്നതുപോലെ തന്നെ നമുക്ക് വരുന്നത് പോലെ തന്നെ ദക്ഷനും വന്നു. ഇത് ഭഗവാന്റെ മായയാണ്. ഭഗവാനാണ് ഇതെല്ലാം ചെയ്യുന്നത്. വേറൊരു ദുഷ്ടശക്തിയുടെ ഇടപെടലിലല്ല ഇത് നടക്കുന്നത്. ഇത് ഭഗവാന്റെ മായ തന്നെയാണ്. ശ്രീഹരിയുടെ മായയാൽ സമ്മോഹിതരായി പരമാർത്ഥബോധം നഷ്ടപ്പെട്ട ദക്ഷൻ തുടങ്ങിയവരുടെ, ദക്ഷൻ്റെ മാത്രമല്ല അവരുടെയും പരമാർത്ഥബോധം നഷ്ടപ്പെട്ടു. നമ്മുടെയൊക്കെ പോലെ പരമാർത്ഥബോധം നഷ്ടപ്പെട്ട ദക്ഷൻ തുടങ്ങിയവരുടെ ദോഷങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയോ വർണ്ണിക്കുകയോ ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. മറ്റുള്ളവരുടെ ദോഷങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയോ വർണ്ണിക്കുകയോ ചെയ്യുന്നത് കൊണ്ട് പ്രത്യേകിച്ചൊരു ഗുണവും ഉണ്ടാവുകയില്ല എന്ന് മാത്രമല്ല, എന്തിനെയാണോ നാം നിരന്തരമായി ചിന്തിക്കുന്നത്, എന്തിനെ പറ്റിയാണോ നാം നിരന്തരമായി ചിന്തിക്കുന്നത്, എന്തിനെയാണോ നാം നിരന്തരമായി വർണ്ണിക്കുന്നത്, അതിനെ നമ്മൾ സ്വാംശീകരിക്കും.
അപ്പം മറ്റുള്ളവരുടെ ദോഷങ്ങളെ വർണ്ണിക്കുകയും അതിനെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്താൽ ആ ദോഷങ്ങൾ നമ്മളിലേക്ക് വ്യാപിക്കും. ഇപ്പം ഭഗവാൻ ഇവിടെ നമ്മളോട് ഭഗവാൻ കാണിച്ചു തരികയാണ് എന്താ ചെയ്യേണ്ടത് എന്ന്. മായയാൽ സമ്മോഹിതരായി പരമാർത്ഥബോധം നഷ്ടപ്പെട്ടത് കൊണ്ടാണ് പലരും പലമാതിരി പെരുമാറുന്നത്. അതിന് അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അവരുടെ ദോഷങ്ങളെക്കുറിച്ചോ അവരുടെ പോരായ്മകളെക്കുറിച്ചോ ചിന്തിച്ച് സമയം കളയുന്നതിൽ കാര്യമില്ല എന്ന് ഭഗവാൻ ഇവിടെ നമ്മളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. ദോഷങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയോ വർണ്ണിക്കുകയോ ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അവർ ചെയ്ത തെറ്റിന് തക്ക ശിക്ഷ അവർക്ക് നൽകി കഴിഞ്ഞു. ഓരോരുത്തരും ചെയ്യുന്നതിൻ്റെ ഫലം അവർ അനുഭവിക്കും. പ്രജാപതിയുടെ ശിരസ് അഗ്നിയിൽ ദഹിച്ചു പോയതുകൊണ്ട് ആ സ്ഥാനത്ത് ആടിൻ്റെ ശിരസ് ഘടിപ്പിച്ചാലും കണ്ണുകൾ നഷ്ടപ്പെട്ട ഭഗൻ മിത്രദേവന്റെ കണ്ണുകളിൽ കൂടി എല്ലാം കണ്ടുകൊള്ളട്ടെ. കണ്ണുകൾ നഷ്ടപ്പെട്ട ഭഗൻ മിത്രദേവന്റെ കണ്ണുകളിൽ കൂടി എല്ലാം കണ്ടുകൊള്ളട്ടെ. അദ്ദേഹം ഈ അനുഗ്രഹിക്കുകയാണ്. ഇനി ഈ പലർക്കും പലതും നഷ്ടപ്പെട്ടു ആ വഴക്കിൽ. അപ്പം അതൊക്കെ അദ്ദേഹം തിരിച്ച് റീപ്ലേസ് ചെയ്യുകയാണ്. അതേപോലത്തേതല്ല കൊടുക്കുന്നത്. ഇവിടെ ദക്ഷൻ്റെ ശിരസിന് പകരം അഗ്നിയിൽ ദഹിച്ചു പോയ ശിരസിനെ പുനർജീവിപ്പിക്കാൻ കഴിയാഞ്ഞിട്ടല്ല മഹാദേവൻ ഇത് ചെയ്യുന്നത്. അവിടെ ആടിൻ്റെ ശിരസ്സാണ് വെച്ചു കൊടുത്തത്. ആടിൻ്റെ പ്രത്യേകത എന്താ? അതെപ്പോഴും മേ 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 എനിക്ക് 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം നമ്മുടെ തലയുടെ സ്ഥാനത്ത് ആടിൻ്റെ തല വെച്ചതുകൊണ്ട് വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. ഇന്ദ്രിയങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതെല്ലാം തൻ്റേതാക്കാനുള്ള തത്രപ്പാടിലാണ് നമ്മളെല്ലാവരും. അപ്പം ദക്ഷപ്രജാപതിയെ പോലെ നമ്മുടെ ശിരസിൻ്റെ സ്ഥാനത്ത് ആടിൻ്റെ ശിരസ്സായാലും വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവുകയില്ല. പ്രജാപതിയുടെ ശിരസ് അഗ്നിയിൽ ദഹിച്ചു പോയതുകൊണ്ട് ആ സ്ഥാനത്ത് ആടിൻ്റെ ശിരസ് ഘടിപ്പിച്ചാലും കണ്ണുകൾ നഷ്ടപ്പെട്ട ഭഗൻ്റെ കണ്ണുകൾ പോയി. കണ്ണുകൾ നഷ്ടപ്പെട്ട ഭഗൻ മിത്രദേവന്റെ കണ്ണുകളിൽ കൂടി എല്ലാം കണ്ടുകൊള്ളട്ടെ. മിത്രദേവൻ സൂര്യഭഗവാനാണ്. നമ്മളും വാസ്തവത്തിൽ എല്ലാം കാണുന്നത് സൂര്യനിലൂടെയാണ്. സൂര്യപ്രകാശം ഇല്ല എന്ന് വിചാരിക്കുക, നമുക്കൊന്നും കാണാൻ സാധിക്കില്ല. അപ്പം നമ്മൾ വാസ്തവത്തിൽ കാണുന്നത് സൂര്യഭഗവാന്റെ സഹായത്തോടു കൂടി തന്നെയാണ്. അപ്പം ഇവിടെ കണ്ണുകൾ നഷ്ടപ്പെട്ട ഭഗൻ മിത്രദേവന്റെ കണ്ണുകളിൽ കൂടി എല്ലാം കണ്ടുകൊള്ളട്ടെ. ദന്തങ്ങൾ നഷ്ടപ്പെട്ട പൂഷാവ് യജമാനന് പല്ലുകൾ കൊണ്ട് ഭക്ഷണം ചവച്ചരയ്ക്കുന്നതിൽ നിന്ന് ലഭിക്കുന്ന സംതൃപ്തി അനുഭവിച്ചു കൊള്ളട്ടെ. പൂഷാവിന് പരിപോഷിപ്പിക്കുന്ന ആൾക്ക് ദന്തങ്ങൾ നഷ്ടപ്പെട്ടു. അപ്പം ദന്തങ്ങൾ നഷ്ടപ്പെട്ടാൽ ചവച്ചരച്ച് കഴിച്ച് പോഷണം ലഭിക്കില്ല. അപ്പം എന്തു ചെയ്യും? യജമാനന് പല്ലുകൾ കൊണ്ട് ഭക്ഷണം ചവച്ചരയ്ക്കുന്നതിൽ നിന്ന് ലഭിക്കുന്ന സംതൃപ്തി പൂഷാവ് അനുഭവിച്ചു കൊള്ളട്ടെ. അപ്പം നമ്മൾ യജമാനനാണെന്ന് വിചാരിക്കുക. നമ്മുടെ ജീവിതമാകുന്ന യജ്ഞത്തിൻ്റെ യാഗത്തിൻ്റെ യജമാനരാണ് ഞാനും നിങ്ങളും. അപ്പം നമ്മൾ ചവച്ചരച്ച് ആഹാരമൊക്കെ ചവച്ചരച്ച് ആസ്വദിക്കുമ്പോൾ ആ ചവച്ചരയ്ക്കുന്നതിൽ നിന്ന് ലഭിക്കുന്ന സംതൃപ്തി പൂഷാവും കൂടി അനുഭവിക്കുകയാണ്. അപ്പം നമ്മളുടെ വിവിധ ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തികളിലൂടെ വാസ്തവത്തിൽ ദേവന്മാർ അനുഭവിക്കുകയാണ്. അല്ലെങ്കിൽ അരച്ചു മാർദ്ദവപ്പെടുത്തിയ ഭക്ഷണത്തെ അലിയിച്ച് കഴിച്ച് തൃപ്തിപ്പെടട്ടെ. അങ്ങനെ തൃപ്തിപ്പെടാൻ സാധിച്ചില്ലെങ്കിൽ, യജമാനൻ കഴിക്കുന്ന ചവച്ചരയ്ക്കുന്നതിൽ നിന്ന് സംതൃപ്തി അനുഭവിക്കാൻ സാധിച്ചില്ല എങ്കിൽ അരച്ചു മാർദ്ദവപ്പെടുത്തിയ ഭക്ഷണത്തെ അലിയിച്ച് കഴിച്ച് തൃപ്തിപ്പെടട്ടെ. പല്ലുകൾ തിരിച്ചു കൊടുത്തില്ല. അപ്പം അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതാണ്. ഇതൊക്കെ തിരിച്ചു കൊടുക്കാമായിരുന്നു. അപ്പം ഇതൊന്നും തിരിച്ചു കൊടുത്തില്ല. പരമമായ സത്യത്തെ പ്രാപിക്കുമ്പോൾ നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടിക്കൊള്ളണം എന്നില്ല. ജീവിതത്തിൽ വരുന്നതും പോകുന്നതിൻ്റെയും അടിസ്ഥാനത്തിൽ അല്ല പരമമായ പദപ്രാപ്തി.
നമ്മൾ ഈശ്വരോന്മുഖരായി ചരിക്കുന്നത് നമുക്കില്ലാത്തത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അല്ല, നമ്മൾ ആരാണോ അത് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ആണ്. ദന്തങ്ങൾ നഷ്ടപ്പെട്ട പൂഷാവ് യജമാനൻ പല്ലുകൊണ്ട് ഭക്ഷണം ചവച്ചരയ്ക്കുന്നതിൽ നിന്ന് യജമാനന് പല്ലുകൾ കൊണ്ട് ഭക്ഷണം അരയ്ക്കുന്നതിൽ നിന്ന് ലഭിക്കുന്ന സംതൃപ്തി അനുഭവിച്ചു കൊള്ളട്ടെ. അല്ലെങ്കിൽ അരച്ചു മാർദ്ദവപ്പെടുത്തിയ ഭക്ഷണത്തെ അലിയിച്ച് കഴിച്ച് തൃപ്തിപ്പെടട്ടെ. യാഗം കഴിയുമ്പോൾ അവശേഷിക്കുന്ന വസ്തുക്കളൊക്കെയും എനിക്ക് സമർപ്പിക്കുന്ന ദേവന്മാർക്ക് സംഭവിച്ച ശാരീരികമായ അവശതകളെല്ലാം തീർന്ന് പൂർണ്ണാവയവന്മാരും ആരോഗ്യവാന്മാരുമായി തീരട്ടെ. യാഗം കഴിയുമ്പോൾ അവശേഷിക്കുന്ന വസ്തുക്കൾ, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. യാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്യജിക്കുകയാണ്. ത്യജിച്ച് കഴിഞ്ഞാൽ അവശേഷിക്കുന്നത്, ത്യജിക്കാൻ പറ്റാത്തതായിട്ടുള്ളത്, അത്യാജ്യമായിട്ടുള്ളത്, അത് പരമമായതാണ്. ആ പരമമായതിനെ ആർക്കാ സമർപ്പിക്കുക? പരമമായതിന് തന്നെ. അപ്പോൾ യാഗം കഴിയുമ്പോൾ അവശേഷിക്കുന്ന വസ്തുക്കളൊക്കെയും എനിക്ക് സമർപ്പിക്കുന്ന ദേവന്മാർക്ക് സംഭവിച്ച ശാരീരികമായ അവശതകളെല്ലാം തീർന്ന് പൂർണ്ണാവയവന്മാരും ആരോഗ്യവാന്മാരുമായി തീരട്ടെ. അപ്പോൾ എൻ്റേത്, ഞാൻ, എനിക്കുള്ളത് എന്നത് മുഴുവൻ ഈശ്വരോന്മുഖമായി സമർപ്പിച്ചു കഴിഞ്ഞാൽ അവശേഷിക്കുന്നത് എൻ്റേത്, ഞാൻ, എനിക്കുള്ളത് എന്നതിനതീതമായതാണ്. അത് ആര് കണ്ടെത്തുന്നുവോ, ആരനുഭവിക്കുന്നുവോ അവർക്ക് അവശതകൾ ഉണ്ടാവുകയില്ല. അവർ പൂർണ്ണ അവയവന്മാരായിരിക്കും. അവർക്ക് പൂർണ്ണ അവയവങ്ങളെല്ലാം പൂർണ്ണതയോടുകൂടിയവർ ആയിരിക്കും, ആരോഗ്യവാന്മാരും ആയിരിക്കും. ഈ ഈശ്വരോന്മുഖമായ പ്രയാണത്തിന് ഒരു ഹീലിംഗ് എഫക്റ്റ് ഉണ്ട്. നമ്മൾ ഈശ്വരോന്മുഖമായി ചരിക്കുമ്പോൾ അത് നമ്മളിലുള്ള പല വൈകല്യങ്ങളെയും പരിഹരിക്കും. നമ്മളിലുള്ള പല അനാരോഗ്യ പ്രവണതകളെയും അതില്ലാതാക്കും. അതൊക്കെയാണ് സിദ്ധി വാസ്തവത്തിൽ. അപ്പം അതൊക്കെ ആധ്യാത്മിക സാധന ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ഇതൊക്കെ ഉണ്ടാകുന്നുണ്ടോ എന്ന് ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് ചെക്ക് ചെയ്യണം. അല്ലാതെ നട്ടെല്ലിൻ്റെ അടിയിൽ കിടക്കുന്നുണ്ട് എന്ന് കരുതുന്ന ശക്തിയുടെ ഊർധ്വഗമനത്തിൽ ലഭിക്കുന്ന തരിപ്പുകളും മറ്റും മാത്രമല്ല ആധ്യാത്മിക സിദ്ധി. ആധ്യാത്മികമായിട്ട് മുന്നേറുന്നുണ്ട് എന്നുള്ളതിൻ്റെ ലക്ഷണം ഈ തരിപ്പുകളൊന്നുമല്ല. ആധ്യാത്മികമായിട്ട് മുന്നേറുന്നുണ്ട് എന്നുള്ളതിൻ്റെ ലക്ഷണങ്ങൾ നമ്മളിലുള്ള വൈകല്യങ്ങൾ, ശാരീരികമായും മാനസികമായുമുള്ള വൈകല്യങ്ങൾ ഇല്ലാതാകുന്നുണ്ടോ എന്നുള്ളതാണ്. അധ്വര്യുക്കളുടെ തകർന്നുപോയ കൈകളിൽ മുട്ടിൻ്റെ മുകൾ ഭാഗം കൊണ്ടുള്ള ഉപയോഗം അശ്വികളുടെ ബാഹുക്കൾ കൊണ്ടും ഹസ്തങ്ങൾ കൊണ്ടുള്ള പ്രയോജനം പൂഷാവിൻ്റെ ഹസ്തങ്ങൾ കൊണ്ടും ഉണ്ടാകട്ടെ. ഇപ്പം ചിലരുടെ കൈ നഷ്ടപ്പെട്ടു പോയി. ഒരു വിധത്തിൽ നോക്കിയാൽ ഇതൊക്കെ അവയവ ട്രാൻസ്പ്ലാന്റേഷനാണ്. അന്ന് അവയവ ട്രാൻസ്പ്ലാന്റേഷൻ ഉണ്ടായിട്ടില്ല, ഭാവനയാണ്. പക്ഷേ ഈ ഭാവനയാണ് പിൽക്കാലത്ത് ആൾക്കാരെ, ഈ ഭാവനയല്ല, പലതരത്തിലുള്ള ഭാവനകളാണ് ആൾക്കാരെ പ്രചോദിതരാക്കി പലതും കണ്ടെത്താൻ സഹായിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പുരാണ ഇതിഹാസങ്ങളെല്ലാം കെട്ടുകഥകളാണെന്ന് കരുതാതെ ഇതെല്ലാം വായിക്കുകയാണെങ്കിൽ, സാരസ്യത്തോടുകൂടി വായിക്കുകയാണ് എങ്കിൽ ഇതിലെ പല കഥകളും പ്രചോദിപ്പിക്കാൻ സാധ്യതയുണ്ട് വായിക്കുന്നവരെ. ആ പ്രചോദിതരായവർ പലതരത്തിലുള്ള കണ്ടെത്തലുകൾ നടത്താൻ സാധ്യതയുണ്ട്. അത് വെറുതെ കേട്ടിരുന്നത് കൊണ്ട് കാര്യമില്ല. ഇതൊക്കെ അറിഞ്ഞ് കേൾക്കണം, ആസ്വദിച്ച് കേൾക്കണം. അപ്പോൾ മാത്രമേ അത് ബുദ്ധിയെ പ്രചോദിപ്പിക്കുകയുള്ളൂ. അങ്ങനെ നമ്മൾ പ്രചോദിതരായി കഴിഞ്ഞാൽ ആ വഴിക്ക് നമ്മുടെ ചിന്തകൾ പോയാൽ പലതരത്തിലുള്ള കണ്ടുപിടുത്തങ്ങളും കണ്ടുപിടിക്കാൻ സാധിക്കും. അങ്ങനെയാണ് നമ്മുടെ പൂർവികർ പലരും പലതും കണ്ടുപിടിച്ചിട്ടുണ്ടാവുക. ആധുനിക ശാസ്ത്രം കണ്ടെത്തുന്നതിന് മുമ്പേ തന്നെ ഭാരതത്തിൽ
പലതരത്തിലുള്ള ജ്യോതിശാസ്ത്രപരമായും കണക്ക് കാൽക്കുലസിലും ഒക്കെ പലതരത്തിലുള്ള കണ്ടുപിടുത്തങ്ങൾ നമ്മുടെ പൂർവികർ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷെ അവർ കണ്ടെത്തിയത് 15-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന മാധവാചാര്യൻ സംഗമേശ ഗ്രാമത്തിലുള്ള, ഇരിഞ്ഞാലക്കുടയ്ക്കടുത്തുള്ള സംഗമേശ ഗ്രാമത്തിലുള്ള മാധവാചാര്യൻ കാൽക്കുലസ് ലെയ്ബിനിസും ന്യൂട്ടണും കണ്ടെത്തുന്നതിന് മുമ്പ് കണ്ടെത്തി എന്നാണ് പറയുന്നത്. പക്ഷേ ഒരു കാര്യം നമ്മൾ അവിടെ ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ അറിവ് അവർ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാൻ എന്തുകൊണ്ടോ വൈമനസ്യം കാണിച്ചു. അവരുടേതെന്ന് അവർ കരുതുന്ന ആൾക്കാർക്കല്ലാതെ കഴിവുള്ള മറ്റുള്ളവരിലേക്ക് അത് പകർന്നു കൊടുക്കുവാൻ വൈമനസ്യം കാണിച്ചതുകൊണ്ട് എന്തുണ്ടായി? ലോകത്തിന് ഈ അറിവ് കിട്ടാൻ വീണ്ടും 2-3 നൂറ്റാണ്ട് കാത്തു നിൽക്കേണ്ടതായിട്ട് വന്നു. 2-3 നൂറ്റാണ്ട് കഴിഞ്ഞപ്പോഴാണ് പാശ്ചാത്യരിത് കണ്ടെത്തിയത്. അവർ കണ്ടെത്തിയത് കൊണ്ടാണ് ഞാൻ നിങ്ങളുമൊക്കെ കാൽക്കുലസ് പഠിച്ചിട്ടുണ്ടാവുക. അല്ലാതെ സംഗമേശ ഗ്രാമത്തിലെ മാധവാചാര്യർ കണ്ടെത്തിയത് കൊണ്ടല്ല ഞാൻ നിങ്ങളും പഠിച്ചിട്ടുണ്ടാവുക. അത് വിദേശികൾ കണ്ടെത്തിയത് കൊണ്ടാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അവർ വിദേശികൾ ചെയ്തതുപോലെ തന്നെ ആർജിച്ച അറിവ് കഴിവുള്ള മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുത്തിരുന്നുവെങ്കിൽ നമ്മൾ ഇന്ന് കണ്ടെത്തുന്ന കണ്ടെത്തലുകൾ 3 നൂറ്റാണ്ടുകൾക്ക് മുമ്പേ കണ്ടെത്താൻ ഒരു പക്ഷെ സാധിക്കുമായിരുന്നു. അപ്പോൾ പ്രചോദിതരായിട്ട് അന്വേഷിച്ച് കണ്ടെത്തിയത് കൊണ്ട് മാത്രം കാര്യമില്ല. കണ്ടെത്തിയ അറിവുകൾ യോഗ്യതയുള്ള കഴിവുള്ള മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും കൂടി സാധിക്കണം. അത് ഭാരതീയർക്ക് സാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് ചിന്തിക്കേണ്ടുന്ന കാര്യം തന്നെയാണ്. അത് സാധിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ, അവർ പകർന്നു കൊടുത്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ ആ അറിവുകൾ ഇന്ന് ഭാരതത്തെ ആധുനിക ശാസ്ത്രത്തിൻ്റെ നെറുകയിലേക്ക് കൊണ്ടെത്തിച്ചേനെ. അതെന്തുകൊണ്ടോ സാധിച്ചിട്ടില്ല. അപ്പം നമ്മുടെ പൂർവികരുടെ കേമത്തങ്ങൾ പഠിക്കുന്ന കൂട്ടത്തിൽ എന്തുകൊണ്ടാണ് അവർ ഈ അറിവുകൾ പകർന്നു കൊടുക്കാതിരുന്നത് എന്നും കൂടി നാം പഠിക്കേണ്ടതായിട്ടുണ്ട്. ആ പഠനത്തിലൂടെ അവർ ചെയ്തതിൻ്റെ പാകപ്പിഴകൾ ബോധ്യപ്പെടുകയാണ് എങ്കിൽ അത് ഇനി ആവർത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതായിട്ടും ഉണ്ട്. അല്ലാണ്ട് പൂർവികന്മാരുടെ കേമത്തം പറഞ്ഞിരുന്നത് കൊണ്ട് മാത്രം കാര്യമായില്ല. ഇവിടെ അധ്വര്യക്കളുടെ തകർന്നുപോയ കൈകളിൽ മുട്ടിൻ്റെ മുകൾ ഭാഗം കൊണ്ടുള്ള ഉപയോഗം അശ്വികളുടെ ബാഹുക്കൾ കൊണ്ടും ഹസ്തങ്ങൾ കൊണ്ടുള്ള പ്രയോജനം പൂഷാവിൻ്റെ ഹസ്തങ്ങൾ കൊണ്ടും ഉണ്ടാകട്ടെ. ഒരു വിധത്തിലുള്ള ട്രാൻസ്പ്ലാന്റേഷനാണ്. ഈ കഥകളൊക്കെ വായിച്ചിട്ടായിരിക്കാം നമ്മുടെ പൂർവികർ പ്രചോദിതരായി തീർന്നത്. ആ പ്രചോദനം ആയിരിക്കാം അവരെ ഈ കണ്ടെത്തലുകളൊക്കെ കണ്ടെത്താൻ സഹായിച്ചിട്ടുള്ളത് എന്നത് ഇവിടെ ഓർക്കേണ്ടതാണ്. അപ്പോൾ അവർക്ക് അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പുരാണ ഇതിഹാസങ്ങളെ ആസ്വദിച്ച് വായിക്കുന്നതിലൂടെയും കേൾക്കുന്നതിലൂടെയും നമ്മുടെ ബുദ്ധി പ്രചോദിതമാകാൻ സാധ്യതയുണ്ട് എന്നും നാമും പലതരത്തിലുള്ള കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിച്ച് ലോക വൈജ്ഞാനിക ശാഖയെ പുഷ്ടിപ്പെടുത്തുവാൻ സാധ്യതയുണ്ട് എന്നും തിരിച്ചറിയണം. അതുകൊണ്ട് ഈ കഥകളൊക്കെ നമ്മുടെ കുട്ടികളെ വായിച്ച് കേൾപ്പിക്കണം. അവരുടെ ഭാവന പീലി വിടർത്തി ഭാവിയിലേക്കുള്ള സംഭാവനകൾ നൽകാൻ അവരെ പ്രാപ്തരാക്കണം. ഇതൊക്കെ നമ്മുടെ ഉത്തരവാദിത്തങ്ങളാണ്. അധ്വര്യക്കളുടെ തകർന്നുപോയ കൈകളിൽ മുട്ടിൻ്റെ മുകൾ ഭാഗം കൊണ്ടുള്ള ഉപയോഗം അശ്വികളുടെ ബാഹുക്കൾ കൊണ്ടും ഹസ്തങ്ങൾ കൊണ്ടുള്ള പ്രയോജനം പൂഷാവിൻ്റെ ഹസ്തങ്ങൾ കൊണ്ടും ഉണ്ടാകട്ടെ. ഭൃഗുവിന് നഷ്ടപ്പെട്ട മുഖരോമങ്ങളുടെ സ്ഥാനത്ത് ആടിൻ്റെ മുഖരോമം കിളിർക്കട്ടെ. ഭൃഗുവിന് നഷ്ടപ്പെട്ട രോമം കിളിർക്കട്ടെ എന്ന് പറഞ്ഞാൽ പോരായിരുന്നു. അപ്പം ആടിൻ്റെ മുഖരോമം കിളിർക്കട്ടെ. അപ്പം നഷ്ടപ്പെട്ട മുഖരോമത്തിന് പകരം മറ്റ് ജീവികളുടെ രോമം ട്രാൻസ്പ്ലാന്റ് ചെയ്യാം എന്നൊരു ഇംപ്ലിക്കേഷൻ ഉണ്ട് ഇവിടെ. അപ്പം ഇതൊക്കെ നമുക്ക് വായിച്ച് ആസ്വദിച്ചാൽ ഭാവന ഉണരും. അപ്പോൾ തലമുടി കൊഴിഞ്ഞു പോകുന്ന ആൾക്കാർക്ക് മനുഷ്യരുടെ തലമുടിക്ക് പകരം മറ്റ് മൃഗങ്ങളുടെ രോമങ്ങൾ വെച്ചും തലമുടി പോലെ ഉണ്ടാക്കാം.
അപ്പം ഇതൊക്കെ നമ്മളെ പ്രചോദിതരാക്കേണ്ടതാണ് ഇത് വായിച്ച.